കാരണം അന്ന് ഈ 350 ട്വിൻ സിലിണ്ടർ അന്നത്തെ 750 ട്രിപ്പിൾസിനെയൊക്കെ പിടിക്കാറുണ്ടായിരുന്നു 650 cc എഞ്ചിൻ. ഇപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ബാക്ക് ബ്രേക്ക് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഫ്രണ്ട് ബ്രേക്ക് കട്ട് ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. ആർഡിയിൽ ഫ്രണ്ട് ബ്രേക്ക് കട്ട് ചെയ്ത് ബാക്ക് സ്കിഡായിക്കൊണ്ടിരിക്കുന്നവർ ഓട്ടിക്കുന്ന ആൾക്കാരും അറിയാം. ഇപ്പം BS3 390 ആയാലും ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല, ആ ഒരു ടോർക്കിൻ്റെ ആ ഒരു പുള്ള്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് RD 350 നമ്മുടെ രാജ്ദൂത് ആദ്യകാലങ്ങളിൽ ഫെയിലായത്. ഓക്കെ, വെൽക്കം ഗായ്സ്, വെൽക്കം ബാക്ക് ടു റൈഡോഗ്രാം സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ ബൈക്ക്. ഇതാണ് ആക്ച്വലി ദ റിയൽ സ്പെഷ്യൽ ബൈക്ക്. കാരണം എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഒരു 2 സ്ട്രോക്സിൻ്റെ വീഡിയോ ചെയ്യണം. കാരണം എനിക്ക് ആക്ച്വലി ഞാനൊരു 4 സ്ട്രോക്ക് വണ്ടിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. 2 സ്ട്രോക്സ് പണ്ട് റിസഡൊക്കെ യൂസ് ചെയ്ത് പരിചയമുണ്ട്, പിന്നെ ഒരു RX 100 അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് പരിചയമുണ്ടെന്നുണ്ടെങ്കിലും ഒരു ലോങ് ടേം ഓണർഷിപ്പ് റിവ്യൂ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഫ്രണ്ട്സിൻ്റെ വണ്ടികൾ ഇപ്പോൾ ആടിയാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടുണ്ടെന്നല്ലാതെ എനിക്കൊരു ലോങ് ടേം എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കവേ ഇന്ന് ഒരു 2 സ്ട്രോക്ക് ഒരുപാട് പേര് കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു 2 സ്ട്രോക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യാവുന്നു. അപ്പോൾ ചെയ്യുമ്പോൾ അത് ഇത്രയും നാൾ എല്ലാവരും കാത്തിരിക്കുമ്പോൾ എന്നാൽ ചെയ്യുന്ന വണ്ടി ഒരു സ്പെഷ്യൽ ആയിരിക്കണമല്ലോ. സോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 2 സ്ട്രോക്കിലെ തന്നെ ദ ലെജൻഡറി ബൈക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇന്ന് എൻ്റെ കൂടെയുള്ളത് RD 350 ആണ്. RD 350 ഒരു കംപ്ലീറ്റ് ഓണർഷിപ്പ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ വണ്ടി. കാരണം ഇതിൻ്റെ ഓണർ കറൻ്റ്ലി 2 വണ്ടികളുണ്ട്, 2 RDs ഉണ്ട്. അതിലൊന്നാണിത്, ഒന്ന് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തൊരു ബൈക്ക്. പിന്നെ ആ പുള്ളിയുടെ കയ്യിൽ തന്നെ വേറെ കുറച്ച് 2 സ്ട്രോക്ക് ബൈക്ക് SD RX പുള്ളി കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്തൊരു വണ്ടിയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പുള്ളിയോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ വെൽക്കം ആനന്ദ്, വെൽക്കം ടു റൈഡോഗ്രാം സ്റ്റോറീസ്. ഓക്കെ, എല്ലാവരും ചോദിക്കുന്നുണ്ട്, മനസ്സിൽ കരുതുന്നുണ്ടാവും ഒരു RD എന്ന് പറയുമ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു വണ്ടിയുടെ റിവ്യൂവിന് ഒരു കൊച്ചു പയ്യനെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന്. പക്ഷേ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ 2 RD അവൻ്റെ അണ്ടറിൽ റീസ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു വ്യക്തി കൂടിയാണ്. അതുപോലെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വണ്ടിയെപ്പറ്റി അറിഞ്ഞ് സ്വന്തമായിട്ടായിരുന്നു റീസ്റ്റോറിങ്, മീൻസ് വർക്കുകളെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഓരോ സ്ഥലത്ത് കൊടുത്ത് പെയിൻറ്റിങ് ആയാലും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. റീഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം പുള്ളി തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആനന്ദേ, ഒരുപാട് പേർക്ക് ഹൈലൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് ആരാധനയുള്ളൊരു വണ്ടിയാണ് RD. ഓക്കെ, അപ്പം RDയെ പറ്റി അവർക്ക് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ആനന്ദിന് എന്താണ് RDയെ പറ്റി പറയാനുള്ളത്? ഓക്കെ, അപ്പോൾ RDയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ആക്ച്വലി RDയുടെ പ്രീഡിസസർ എന്ന് പറയുമ്പോൾ Yamaha R5C എന്ന് പറയുന്ന ഒരു മോഡലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് RD 350. അത് US ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് 1973 ആണ്. 1973ക്ക് RD 350, 1974 RD 350A എന്ന് പറയുന്നൊരു മോഡൽ. പിന്നെ ഫൈനലായിട്ട് നമ്മുടെ എയർ കൂൾഡ് RDയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 1975 US ലാസ്റ്റായിട്ട് ഇറങ്ങിയത്. അതാണ് RD 350B എന്ന് പറയുന്നത്. ഈ ഇന്ത്യയിൽ ഇറങ്ങിയ 1983 തൊട്ട് 1989 വരെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അത് നമ്മുടെ RD 350Bയുടെ ഒരു ലൈസൻസ്ഡ് കോപ്പിയാണ്. രാജ്ദൂത് 350 എന്നുള്ളൊരു പേരിലാണ് ഇറങ്ങിയത്. ഇതെല്ലാം ഒരു രാജ്ദൂതായിരുന്നു. ഇന്ത്യയിൽ ഇറങ്ങിയ എല്ലാ RD 350യും രാജ്ദൂതായിരുന്നു ടാങ്കിലുണ്ടായിരുന്നു. അത് പിന്നെ യൂസേഴ്സ് യമഹ ആക്കിയതാണ്. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന കാര്യം എന്ന് പറയുമ്പോൾ 1983 തൊട്ട് 1989 വരെ പറഞ്ഞ പോലെ. ഇപ്പോൾ ഫസ്റ്റ് ഇറങ്ങിയത് HT എന്ന് പറയുന്ന ഒരു മോഡലായിരുന്നു. 2 മോഡലിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, HTയും LTയും. അപ്പോൾ 1983 തൊട്ട് 1986 വരെ, 1985-86 ആ ടൈം വരെ HT ആയിരുന്നു.
അത് ആക്ച്വലി HT എന്ന് പറയുമ്പോൾ ഹൈറ്റോക്ക് ആണെങ്കിലും നമ്മുടെ US സ്പെക്ക് ഫോറിൻ RD350ക്ക് അറൗണ്ട് 39 ഹോഴ്സ് പവേഴ്സ് ഉണ്ടായിരുന്നു, 3940 bhp. പക്ഷെ അത് ഇന്ത്യയിൽ വന്നപ്പോൾ അത് ഡീട്യൂൺ ചെയ്ത് 30.5 ആക്കി HT വേരിയൻറ്റ്. അതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ മൈലേജ് കോൺഷ്യസ് മാർക്കറ്റാണ് ഇന്ത്യ. സെക്കൻഡ് എന്ന് പറയുമ്പം ഇന്ത്യയിൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂവലിൻ്റെ ക്വാളിറ്റി, അത് രണ്ടും കാരണമാണ് അവർ ഡീട്യൂൺ ചെയ്ത് എസ്കോർട്സിൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ RD350 ഇറക്കിയത്, രാജ്ദൂത് എന്നുള്ള പേരിൽ. അപ്പോൾ അതൊരു 86 വരെ ആയപ്പോൾ അന്ന് RDയെ പറ്റി എന്താ പറയുക, അന്ന് ആൾക്കാർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പവർ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അന്ന് ആൾക്കാർക്ക് പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല, മൈലേജ് കുറവായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും കൂടെ യമഹ കുറച്ചും കൂടെ ഡീട്യൂൺ ചെയ്ത ഒരു RD350 LT എന്ന് പറഞ്ഞു, രാജ്ദൂത് 350 LT എന്ന് പറഞ്ഞൊരു ലോ ടോർക്ക് മോഡൽ. അത് അറൗണ്ട് 27 ഹോഴ്സ് പവർ ആയിരുന്നു. കുറച്ചും കൂടി മൈലേജ് വരുന്ന രീതിയിലാണ്, കുറച്ചും കൂടെ മൈലേജും കുറച്ചും കൂടെ ഇന്ത്യൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. RD ആക്ച്വലി ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ലൈക്ക് എന്താ പറയുക, നമ്മുടെ SD റോഡ് കിങ് 250, മൊണാർക്ക്, ആ 250 സീരീസും പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ 350, ഈ രണ്ടുപേരുന്ന് അന്ന് ഡോമിനേറ്റ് ചെയ്തിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു മാർക്കറ്റിലാണ് യമഹ അന്ന് എസ്കോർട്സ് വഴി രാജ്ദൂത് 350 എന്ന് പറയുന്നൊരു വണ്ടി ഇന്ത്യയിൽ ഇറക്കിയത്. ഓക്കെ, അപ്പോൾ RD350 ആക്ച്വലി വേൾഡിൽ തന്നെ ഒരു റിനൗണ്ട് മോട്ടോർ സൈക്കിളാണ്. ആക്ച്വലി എന്താ, RDക്ക് ഫോറിൻ സോൾസിൽ ജയൻറ്റ് കില്ലർ എന്ന് പറയുന്നൊരു പേരുണ്ടായിരുന്നു. കാരണം അന്ന് ഈ 350 ട്വിൻ സിലിണ്ടർ അന്നത്തെ 750 ട്രിപ്പിൾസിനെയൊക്കെ പിടിക്കാറുണ്ടായിരുന്നു, 650 cc എഞ്ചിൻ. അപ്പോൾ പണ്ടൊരു RDയുടെ ഒരു കമേഴ്ഷ്യലിൻ്റെ ടാഗ് ലൈൻ തന്നെ ഉണ്ടായിരുന്നു, ലൈക്ക് ഡോണ്ട് ബി സാഡ്, യു ആർ നോട്ട് ദ ഫസ്റ്റ് 750 cc റൈഡർ ടു ബി ബ്ലോൺ അവേ ബൈ എ യമഹ 350. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ഉള്ളൊരു വണ്ടിയായിരുന്നു യമഹയ്ക്ക് RD350 എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ കേൾക്കുമ്പോൾ ലൈക്ക് ഊഹിക്കാന്നുള്ളേ ഉള്ളൂ, എവിടെ പോയാലും കിരീടം കൊണ്ടുവരുന്ന ഒരു വണ്ടി. പക്ഷേ ഇന്ത്യയിൽ ആക്ച്വലി ആ സ്റ്റോറി വർക്കായില്ല. അതെ, ഇന്ത്യയിൽ ഒരു ഫെയിലിയറിലായിരുന്നു RDയുടെ. ഇപ്പോഴാണ് RD ഒരു പഴയ ഒരു ഇതിൽ വന്നതെങ്കിലും ഒരു ഫെയിലിയർ ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ RD. അതിന് കുറേ കാരണങ്ങളുണ്ട്. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ മൈലേജ്, ഒരു മൈലേജ് കോൺഷ്യസ് മാർക്കറ്റാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അന്ന് മൈലേജ് ഈ എന്താ പറയുക, റൈഡിങ് കണ്ടീഷൻസിൽ ഓബ്വിയസ്ലി വണ്ടിയുടെ മൈലേജ് വേരിയേഷൻ വരും. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് വേരി ചെയ്തൊരു വണ്ടിയാണ്. കാരണം ആസ് ലോ ആസ് 10 കിട്ടിയവരും ഉണ്ട്, അറൗണ്ട് 25 കിട്ടിയവരും ഉണ്ട്. പിന്നെ ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്, ഹൈവേയിൽ 6 ഗിയറിൽ 30-40 ക്രൂസ് ചെയ്ത് പോയപ്പം 32 ലിറ്റർ കിലോമീറ്റർ മൈലേജ് കിട്ടിയ ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക മാർക്കറ്റിൽ, എന്താ പറയുക മൈലേജ് കോൺഷ്യസ് മാർക്കറ്റിൽ ഒരു ഡീറ്റ്യൂൺ ചെയ്ത, ഓൾറെഡി ഡീറ്റ്യൂൺ ചെയ്ത വണ്ടി പിന്നെയും ഡീറ്റ്യൂൺ ചെയ്ത് LT ആയിട്ടും എന്താ പറയുക ആ ഒരു സക്സസ് സ്റ്റോറി കിട്ടിയില്ല. അത് പാർട്ട് 1 ഓഫ് ദ സ്റ്റോറി. ഇപ്പം US സ്പെക്ക് RD350 39 bhp വണ്ടി, ഇന്ത്യൻ സ്പെക്ക് ആക്ച്വലി എഞ്ചിനിൽ മാത്രമല്ല ശകലവും കൂടെ ഡിഫറൻസ് ഉണ്ട്. എഞ്ചിൻ ഓബ്വിയസ്ലി എഞ്ചിൻ കാർബറേറ്റർ സെറ്റിങ്സ് ഇന്ത്യൻ വണ്ടിയിൽ പോർട്ടിംഗ് ജോമെട്രിയൊക്കെ കുറേ കൂടെ റിസ്ട്രിക്റ്റഡ് ആയിരുന്നു പവർ കുറയ്ക്കാൻ. പിന്നെ വരുമ്പോൾ അന്ന് RD350യുടെ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അവരുടെ 10.5 ഇഞ്ച് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം ആയിരുന്നു. അത് ഇന്ത്യയിൽ വന്നപ്പോൾ ആ ഡിസ്ക് ബ്രേക്ക് മാറ്റി ഡ്രമ്മിലോട്ട് വന്നു, 150 mm ഡ്രം ബ്രേക്സിലോട്ട് വന്നു. അതെന്താ പറയുക, നമ്മൾ KTM മെറ്റ്സലർ മാറ്റി MRF കൊടുക്കാൻ ഒരു എഫക്റ്റ് ആയിരുന്നു അന്നത്തെ. അത്രയും അതായത് ഇത്ര ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വണ്ടിയെ പിടിച്ചു നിർത്താൻ അത് എക്യുപ്ഡ് അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ RDക്ക് CD ഇഗ്നിഷൻ അല്ലായിരുന്നു, പോയിന്റ്സ് ഇഗ്നിഷൻ ആയിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒരു അറൗണ്ട് 1000 കിലോമീറ്റേഴ്സ് ഫോർ എക്സാമ്പിൾ എടുക്കുമ്പോൾ നമ്മളത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എവിടെയെങ്കിലും പോകാൻ കിടക്കുമ്പോഴായിരിക്കും ആ ഒരു പോയിന്റ് സെറ്റ് ചെയ്യാൻ ഉള്ള ടൈം വരുന്നത്. പിന്നെ എന്താ പറയുക, സ്പാർക്ക് പ്ലഗിൽ ആ ഒരു സിലിണ്ടറൊക്കെ ഫൗൾ ആവാറുണ്ട് സ്പാർക്ക് പ്ലഗിൻ്റെ ഇത്. അപ്പം ചില സമയത്ത് ഒരു സിലിണ്ടറിൽ ഓടും വണ്ടി, മറ്റേത് കറക്റ്റ് ആവുന്നു. അതെ. അപ്പം അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അന്ന് എന്താ ഓബ്വിയസ്ലി സ്പെയർ പാർട്സും വണ്ടി ലോഞ്ച് ചെയ്തപ്പോൾ 1983 അറൗണ്ട് 18,000 rupees ആയിരുന്നു. അത് പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള 1989 ആ ഒരു എൻഡ് ആയപ്പോൾ അതൊരു 30,000 ആയി അന്നത്തെ വില. അപ്പോൾ ആ ഒരു എക്സ്പെൻസീവ് ആയിരുന്നു ആ ടൈമിൽ. മാത്രമല്ല സ്പെയർസും മെയിൻ്റനൻസ് കോസ്റ്റും ശാല എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ ഉള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ അന്ന് എസ്കോർട്സ് ആയിരുന്നു ഈ വണ്ടിയൊക്കെ നോക്കിയത്. സർവീസിൽ അവരുടെ സർവീസ് നെറ്റ്വർക്ക് ശകലം പൂറായിരുന്നു. പിന്നെ കുറച്ച് പേര് പറയുന്ന കേട്ടിട്ടുണ്ട്, ചിലവർക്ക് എന്താ ഈ 2 കാർബറേറ്റർ ശകല ഈസി ആണെങ്കിലും 2 കാർബറേറ്റർ എന്താ പറയുക കറക്റ്റ് ട്രെയിനിങ് കിട്ടിയിട്ടും കറക്റ്റ് സിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല, ട്യൂണിങ്സ് ഡിഫറൻസ് വരുന്ന ഇഷ്യൂസ് ഒക്കെ. അങ്ങനെ അത് ആക്ച്വലി ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും യൂസേഴ്സ് അന്ന് RD ഓൺ ചെയ്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അന്ന് എസ്കോർട്സുകാർക്ക് വലിയ ചില മെക്കാനിക്സ് ആയിരുന്നു
ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. കറക്റ്റ് കാർബറേറ്റർ ട്യൂണിങ് വന്നിരുന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് RD350 നമ്മുടെ രാജ്ദൂത് ആദ്യകാലങ്ങളിൽ ഫെയിലായത്. അപ്പോൾ അടുത്ത് നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് US സ്പെക്കും ഇന്ത്യൻ സ്പെക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്. അങ്ങനെ പിന്നെ എസ്പെഷ്യലി RDയുടെ ഒരു ഫുൾ നെയിം, അതിനെപ്പറ്റി ഒരുപാട് കോൺസ്പിറസി അല്ലെങ്കിൽ കുറേ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആനന്ദിന് അതിനെപ്പറ്റി എന്താണ് പറയാൻ? ഓക്കെ, ഇപ്പോൾ US സ്പെക് RD350യും ഇന്ത്യൻ രാജ്ദൂത് 350യും വെച്ച് നോക്കുകയാണെങ്കിൽ ഓബിയസ്ലി എൻജിൻ സൈഡ് ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇന്ത്യയിൽ വന്നപ്പം പോർട്ടിംഗ് ജോമെട്രി ഒക്കെ റിസ്ട്രിക്റ്റഡ് ആയിരുന്നു. കാർബറേറ്ററിൻ്റെ സെറ്റിങ്സ് ഒക്കെ ശകലം ഡൗൺ ചെയ്തു, മൈലേജും അച്ചീവ് ചെയ്യും, ശകലം പവർ കുറയും. അപ്പോൾ എൻജിൻ സൈഡ് അങ്ങനെയാണ്. പിന്നെ വണ്ടി ആസ് എ ഹോൾ കോസ്മെറ്റിക്സ് നോക്കുകയാണെങ്കിൽ ചാസിയിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. US സ്പെക്കിൽ നമ്മുടെ ടോപ്പ് പാർട്ടൊക്കെ ഏകദേശം സെയിമാണ്. താഴത്തെ ഫുഡ് റെസ്റ്റ് ഉള്ള ഏരിയ ശകലം ഒരു ഡിഫറെൻ്റ് ആയിരുന്നു US സ്പെക്ക് മോഡലിൽ. പിന്നെ ഉണ്ടായിരുന്നു റിയർ സെറ്റ് ആയിരുന്നു എങ്ങനെയായിരുന്നു ആ ഡിഫറൻസ്? അത് ചാസിയുടെ ആ ഒരു ഫോർമേഷൻ്റെ ആ ഒരു ഡിസൈൻ വ്യത്യാസം. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ 10.5 ഇഞ്ച് ഡിസ്ക് ബ്രേക്ക് ഇല്ലായിരുന്നു. അത് അമേരിക്കയിൽ അവർ ഇഞ്ച് ആ ഒരു മെട്രിക് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നമ്മൾ മില്ലിമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഐ തിങ്ക് അറൗണ്ട് 270 mm ഡിസ്ക് ബ്രേക്ക്. അത്യാവശ്യം വലിയൊരു ബ്രേക്ക്. ആ ഒരു ടൈമിൽ ഭയങ്കര ആ ഒരു സെഗ്മെൻറ്റിൽ ആ Yamaha-ക്കകത്തുണ്ടായിരുന്ന വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ഇന്ത്യയിൽ ഇല്ലായിരുന്നു. ഇന്ത്യയിൽ അതിനൊരു 150 mm ട്വിൻ ക്യാം ഉണ്ട്, ഫ്രണ്ട് 2 ക്യാമിൻ്റെ ആക്ഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരു ഡ്രം ബ്രേക്ക് ആയിരുന്നു. പിന്നെ നമുക്ക് ഡിഫറൻസ് വരുന്നത് നമ്മുടെ മീറ്റർ കൺസോൾ US സ്പെക്കിൽ കുറേ കൂടെ എന്താ പറയുക, കുറേ ലൈറ്റ്സും കുറച്ചുകൂടി ഇൻഡിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതേസമയം നമുക്ക് ഇന്ത്യൻ മോഡലിൽ കിട്ടിയ ഒരു ജസ്റ്റ് ഒരു ബേസിക് 3 ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, ഹൈ ബീമിൻ്റെ ഒരു സ്വിച്ച്, ന്യൂട്രൽ. അത് ആക്ച്വലി R5C ഞാൻ ആദ്യം പറഞ്ഞില്ലേ പ്രീഡിസസർ, R5Cയുടെ ഒരു മീറ്ററിൻ്റെ ഒരു ഡിസൈൻ ആയിരുന്നു. അപ്പോൾ ഇതാണ് ബേസിക്കലി US സ്പെക്കും ഇന്ത്യൻ സ്പെക്കും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ ചോദ്യം, അതായത് ഫുൾ നെയിം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ പറയുക, ഇന്ത്യയിൽ 2-3 നെയിംസ് വന്നിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അൺഒഫീഷ്യൽ നെയിംസ് ലൈക്ക് റാപ്പിഡ് ഡ്രിങ്കർ, റാപ്പിഡ് ഡെത്ത് ലൈക്ക് എന്താ പറയുക, ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ മതി. വലിയ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് അന്ന് ഇന്ത്യൻസിൻ്റെ സ്കിൽസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കുറേ ആക്സിഡൻസ് എല്ലാമാണ് റാപ്പിഡ് ഡെത്ത് എന്ന് പറയുന്ന ഒരു നെയിം വന്നത്. പിന്നെ ഈ മൈലേജ് ഭയങ്കര കുറവായതുകൊണ്ട് റാപ്പിഡ് ഡ്രിങ്കർ എന്നുള്ളൊരു പേരും വന്നു. പിന്നെ RDയുടെ റിയൽ ഫുൾ ഫോമിൽ ഒരു ഐ തിങ്ക് അറൗണ്ട് 95% ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴും റേസ് ഡിറൈവ്ഡ് എന്നാണ് RDയുടെ ഫുൾ ഫോം വരുന്നത്. ഞാൻ 2-3 ആൾക്കാരടുത്ത് ചോദിച്ചു. ആക്ച്വലി എൻ്റെ ഒരു റിസർച്ച് പ്രകാരം ആക്ച്വലി റേസ് ഡിറൈവ്ഡ് അല്ല. RD ജസ്റ്റ് ഒരു കോഡ് നെയിം ആയിരുന്നു. യമഹയുടെ റോഡ് ഗോയിങ് 2 സ്ട്രോക്സ് എയർ കൂൾഡ് വേർഷൻസ്. എയർ കൂൾഡ് എന്നല്ല, RZ എന്ന് ചില മാർക്കറ്റ്സിലുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എയർ കൂൾഡിൻ്റെ കാര്യം വിട്ടേര്. ലൈക്ക് യമഹയുടെ റോഡ് ഗോയിങ് 2 സ്ട്രോക്സ് അതിൻ്റെ ഒരു കോഡ് നെയിം ആയിരുന്നു RD. അപ്പം ഞാൻ ആക്ച്വലി അതാണ് ബിലീവ് ചെയ്യുന്നത്. RDക്ക് റേസ് ഡിറൈവ്ഡ് എന്നല്ല, അത് പകരം റോഡ് ഗോയിങ് 2 സ്ട്രോക്ക് എന്നുള്ളൊരിത്. പക്ഷേ ഗൂഗിളിൽ പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 95% സൈറ്റ്സും റേസ് ഡിറൈവ്ഡ് എന്നാണ് പറയാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു RD ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഹൗ അബൌട്ട് യുവർ RDs അതാണ്. അതായത് ഇതല്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതല്ലായിരുന്നു ഫസ്റ്റ് RD. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് കസ്റ്റം ചെയ്തൊരു വണ്ടി ഉണ്ടായിരുന്നു, ഇത് ലുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് കസ്റ്റം ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ അത് ബ്ലാക്ക് ആയിരുന്നു. ഒബ്വിയസ്ലി ബ്ലാക്കും കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ഭംഗി അതിനില്ലെന്നുണ്ടെങ്കിലും ദ എഞ്ചിൻസ് ആർ ബ്യൂട്ടിഫുൾ അല്ലേ? അതെ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. എന്തായിരുന്നു RDയിലോട്ട് വന്നപ്പോൾ ഫസ്റ്റ് ബ്ലാക്ക് ടു ഇങ്ങോട്ട്? ഓക്കെ, അപ്പം RD ആക്ച്വലി എൻ്റെ വല്യേഴ്സിനാണ് ഡീൽ ചെയ്ത വണ്ടികളായിട്ട്. ആദ്യം 2018 അന്ന് വല്യേഴ്സ് ആലപ്പുഴയാണ്. അന്ന് എൻ്റെ കസിൻ ഉണ്ടായിരുന്നു, കിരൺ ചേട്ടൻ. അപ്പം കിരൺ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു അടിപൊളി വണ്ടി വീണ്ടും ഫ്രണ്ട് വന്നിടാം, 2 എക്സോസ്റ്റ് ഒക്കെ ആയിട്ട്. അന്ന് RD എന്താണെന്ന് അറിഞ്ഞുകൂടാ. അന്ന് ഞാൻ ഡ്യൂക്കും കൊണ്ട് കിടന്ന് 4 സ്ട്രോക്ക് ലോകത്തായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനത്തെ ഒരു വണ്ടിയുണ്ട്, RX ഒന്നും അല്ല, വേറൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ നോക്കി എനിക്ക് എന്താ പറയുക, യൂട്യൂബിൽ ഏറ്റവും റെസ്പെക്റ്റ് ഉള്ള ഒരാൾ സാഗർ ടൈഗർ ആയിരുന്നു. അതെ, തീർച്ചയായിട്ടും. അന്ന് ചേട്ടൻ ഒരു ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്ക് ഇൻ 2014. ആ വീഡിയോ ഒക്കെ കാരണം നമ്മൾ ആദ്യം സെർച്ച് ചെയ്തിട്ടില്ല മുമ്പേ. അങ്ങനെ ആദ്യം നോക്കി. അപ്പോൾ പുള്ളിക്കാരൻ അന്ന് ഒരു സെൻറ്റൻസ് തന്നെ ഇപ്പോഴും ഗൂസ് ബംസ് വരുന്നൊരു സെൻറ്റൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ വരുമ്പോൾ മിക്ക വണ്ടികളും ഈവൻ ദിസ് ഡേ കുറേ കോസ്റ്റ് കട്ടിങ് മെഷേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കോസ്റ്റ് കട്ടിങ് മെഷേഴ്സ് ഉണ്ടായിട്ടും
ഇന്ത്യയിൽ ആ ഒരു ടൈമിൽ ഇങ്ങനത്തെ ഒരു ബീസ്റ്റിനെ ഇറക്കിയെന്ന് പുള്ളിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നതായാലൊരു സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് കിക്ക് ചെയ്തു. എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു വണ്ടിയാണ്. കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് പെർഫോമൻസ് ബൈക്ക് ഇൻ ഇന്ത്യ കുറേ ഫീച്ചേഴ്സ് കൊണ്ടുവന്നു. ട്വിൻ സിലിണ്ടർ, ടോർക്ക് ഇൻഡക്ഷൻ, യമഹ പേറ്റന്റ് ചെയ്ത ടോർക്ക് ഇൻഡക്ഷൻ, അത് RD350 ആദ്യം വന്നത്. പിന്നെ എന്താ പറയുക, ആദ്യത്തെ ഇന്ത്യൻ ബൈക്ക് ടു ഹാവ് എ ടാക്കോമീറ്റർ, RPM മീറ്റർ ആദ്യം കൊണ്ടുവന്ന ഇതായിരുന്നു. അങ്ങനെ പല ഫീച്ചേഴ്സ് കൊണ്ടുവന്ന ഇതായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് എന്താ പറയുക, അന്ന് കിരൺ ചേട്ടൻ കണ്ട വണ്ടി വല്യജൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു. പിന്നെ ഒരു ദിവസം നോക്കിയപ്പം അത് രാവിലെ എണീറ്റ് എന്തോ ഒരു സൗണ്ട് കേട്ട് വീണ്ടും വണ്ടി പോയപ്പം ഒരു കറുത്ത വണ്ടി വീട്ടിയിരിക്കുന്നു. വലിയ കണ്ടീഷനൊന്നും അല്ലായിരുന്നു, ഒരു നാഗാലാൻഡ് വണ്ടി. പെട്ടെന്ന് വല്യജൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു, ഇത് ഏതാ വണ്ടി, ഫ്രണ്ട് വച്ചേക്കാന്ന്. അപ്പം പറഞ്ഞു, അല്ല മക്കളെ, ഇത് നമ്മുടെ വണ്ടിയായി, ഞാൻ വാങ്ങിച്ചത് എടുത്താണെന്ന് പറഞ്ഞു. അപ്പം ആക്ച്വലി ആദ്യം കസിനാണ് കണ്ടത്. ഭയങ്കര എക്സൈറ്റഡ്. അപ്പോൾ ഒരു ദിവസം വണ്ടി റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പേ, അങ്ങനെ ഈ ലൈസൻസ് ഇല്ലായിരുന്നു ആക്ച്വലി. ജസ്റ്റ് എനിക്കൊരു സ്പിന്ന് തരാനുള്ളൊരു ചാൻസ് കിട്ടി. അപ്പോൾ അന്നാണ് ഈ സ്ലോ സ്പീഡൊക്കെ എന്താണ് അങ്ങനെയൊക്കെ അടിച്ചത്. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കൈ എടുത്ത് വിട്ടപ്പോൾ വണ്ടി ഓഫായി. ഞാൻ എന്താ ഇങ്ങനെ, പിന്നെ അത് മക്കളെ സ്ലോ സ്പീഡ് കുറച്ച് വെച്ചേക്കുന്നതൊക്കെയാണ്. അപ്പം അതൊരു ഇതും അറിയത്തില്ല. അപ്പം എടുത്ത് ഞാൻ നോക്കിയപ്പം എന്താ നമ്മളെ ഇപ്പോഴത്തെ ബൈക്ക് പോലെ 1 down 5 up 6 ഗിയർ ഉണ്ട്. RX എന്താ പറയുക 5 സ്പീഡ് എന്ന് നോക്കുമ്പോഴേ നമ്മൾ അത്ഭുതമാണ്. അപ്പോൾ ഒരു 6 സ്പീഡ് വണ്ടി എന്നൊക്കെ കേട്ടപ്പം പെട്ടെന്ന് ഒരു എന്താ പറഞ്ഞ എനിക്കൊരു ഇന്നർ ഫീലിംഗ് ഉണ്ടായിരുന്നു, എന്തോ അടിപൊളി വണ്ടിയാണ് ഞാൻ ഓടിക്കാൻ. അതെ, ഞാൻ ഒരു അടിപൊളി വണ്ടിയാണ് ഓടിക്കാൻ പോകുന്നതെന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതെടുത്തു, ജസ്റ്റ് ഒരു സ്ട്രെച്ച് കിട്ടിയപ്പോൾ ഒന്ന് കൈ കൊടുത്തു, തീർന്നു. മൈൻഡ് ബ്ലോൺ ആയിരുന്നു. അടുത്തുള്ള പിള്ളേരൊക്കെ ചെവിയിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വയ്ക്കുന്നു, ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓട്ടിക്കുകയല്ല, വണ്ടി നമ്മളെ ഓട്ടിക്കുക. ആ ഒരു സിനാറിയോ ആയിരുന്നു. വണ്ടി നമ്മളെ ഓട്ടിച്ചുകൊണ്ട് പോകുന്നു, വേണമെങ്കിൽ പിടിച്ചിരുന്നു, ഞാൻ ഇങ്ങോട്ട് പോവുകയാണെന്നും പറഞ്ഞ് ഒറ്റ ഒരു പോക്ക്. അത് ആക്ച്വലി ഇതുവരെ ഞാൻ ഒരു വണ്ടിയിൽ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഫീലാണ്. എക്സ്പെക്ട് ചെയ്തല്ല, ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം BS3 390 ആയാലും ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല, ആ ഒരു ടോർക്കിൻ്റെ ആ ഒരു പുള്ള്. പിന്നെ അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഓടിച്ച 2 സ്ട്രോക്ക് വണ്ടി. 2 സ്ട്രോക്ക് വണ്ടി അതായിരുന്നു. ഞാൻ മുമ്പ് RX ഒന്നും ഓടിച്ചിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി 2 സ്ട്രോക്ക് എന്ന് പറയുന്നൊരു വേറൊരു ഫീലാണ്. അങ്ങനെ ഞാൻ പതുക്കെ 4 സ്ട്രോക്ക് വിട്ടിട്ട് ശാലം 2 സ്ട്രോക്കിലോട്ട് റീസേർച്ചിന് പോയി. അപ്പോൾ റീസേർച്ചിന് പോയപ്പം മനസ്സിലായി ഇത് ഇവിടെയൊന്നും തുടങ്ങിയ വണ്ടിയല്ല, ഇതും DT കൊണ്ട് വണ്ടിയാണ്. അപ്പം ഞാൻ എന്താ ഓവർസീസ് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ജസ്റ്റ് ഒരു കൈ കൊടുക്കുമ്പോഴേ ഫ്രണ്ട് പോയിക്കൊണ്ട് 39 ഹോഴ്സ് പവർ മോൺസ്റ്റേഴ്സ്. അപ്പോൾ എന്താ പറയുക, ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. ഓ, നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു വണ്ടി കയ്യിലുണ്ടല്ലോ, വണ്ടി കയ്യിൽ കിട്ടി. പിന്നെ എന്താ പറയുക, പതുക്കെ കുറേ എന്നെക്കാട്ടും നല്ല പ്രായമുള്ള ആൾക്കാരെ കമ്പനിയായപ്പോൾ നമ്മൾ ചോദിച്ചു വന്നു. അപ്പോൾ RD എന്ന് കേട്ടപ്പോൾ അവരുടെ കണ്ണൊക്കെ ഒന്ന് തള്ളി. അപ്പോൾ മനസ്സിലായി ഇത് ശകലം പേരും പെരുമയുള്ള ഒരാളാണ്, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ അവസരം കിട്ടിയപ്പോൾ അത് ആക്ച്വലി ഇതിൻ്റെ ഇടയിലാണ് എനിക്ക് RX കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറിയൊക്കെ കഴിഞ്ഞ് കുറേ വന്നു. ഞാൻ ഈ കോവിഡിന് തൊട്ട് മുമ്പേ ആയിട്ട് വണ്ടി ആക്ച്വലി ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്നു. കാരണം ഇതിൻ്റെ പണിയെല്ലാം ചെയ്യുന്നത് നമ്മളെ ട്രിവാൻഡ്രത്ത് ശിബുചേട്ടനാണ് മേജർ പണികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു RX കിട്ടി. RX ഞാൻ കംപ്ലീറ്റ് റിസ്റ്റോർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൽ നിന്ന് കുറേ പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻജിൻ സൈഡൊന്നും വലിയ ഇതില്ലെങ്കിലും കുറേ ബാക്കി കോസ്മെറ്റിക് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കറുത്ത വണ്ടി വീട്ടിലിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ശകലം പൈസ എടുത്തത് ഭംഗിയാ. ഓൾറെഡി നമ്മൾ സ്പെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി അതിൽ ഉള്ള സ്പെക്സ് എന്ന് പറയുമ്പം ബ്ലാക്കിൽ ബാൻഷി എന്ന് പറയുന്നൊരു ഓൾട്ടറൈൻ വെഹിക്കിൾ ഉണ്ട്, നമ്മളെ കോഡ് ബൈക്കില്ലേ, അത് ബാൻഷി 350 ക്ലച്ചിൻ്റെ ബെല്ലൊക്കെ അതിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഫ്ലാറ്റ് സ്ലൈഡ് കാർബറേറ്റേഴ്സ്, ജാപ്പനീസ് പിസ്റ്റൻസ്, ജാപ്പനീസ് റോഡ്സ്, പോർട്ടഡാണ്. അങ്ങനെ എല്ലാം സ്പെക്ക് ചെയ്ത് വന്നു. അപ്പം കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്തും കസിൻ്റെ അടുത്തും പറഞ്ഞു, ലൈക്ക് ഇതെന്ത് കറുത്ത വണ്ടി മാറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും പവറുള്ള വണ്ടിയല്ലേ, കറുത്ത ആ ഒരു ലുക്ക് മാറ്റി കുറച്ചും കൂടെ ആൾക്കാരാണ്. അപ്പം എനിക്കും എപ്പോഴും എന്താ പറയുക ഒരു സ്റ്റെൽത്ത് ലുക്ക് ഇഷ്ടമായിരുന്നു. കറുപ്പ് ആരും കാണൂലെങ്കിലും ഷൂ എന്നും പറഞ്ഞൊരു വണ്ടി പോകണം ആ പോക്ക്. അപ്പം അത് വേറൊന്നും ചെയ്യില്ല. അപ്പം ഞാൻ പിന്നെ പതുക്കെ അതിൽ കുറേ പാർട്സൊക്കെ മിസ്സിങ് ആയിരുന്നു. ഇപ്പം ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും കണ്ടീഷൻ അല്ലായിരുന്നു. ഇപ്പം സൈഡ് ഫിൻസ്. അപ്പം ഞാൻ പതുക്കെ അതിൽ പണി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ബേസിക് പണികൾ. പിന്നെ അത് ചെയ്ത് അത് കംപ്ലീറ്റ് ഒരു വണ്ടിയാക്കി. അതിൽ ഒരു പാർട്സും മിസ്സിങ് ഇല്ലാതെ പെർഫെക്റ്റ് ബൈക്ക് ആക്കി. അപ്പോൾ അതാണ് ബ്ലാക്കിൻ്റെ കഥ എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴാണ് റെഡിലോട്ട് വന്നത്? റെഡ് ആക്ച്വലി എന്താ പറയുക, ബ്ലാക്ക് ആക്ച്വലി ഞാൻ പണി ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചപ്പം വലിയച്ഛനൊക്കെ പ്രൗഡായിരുന്നു.
കാരണം വയറിങ് ശകലം ഒരു ഞാൻ ഇൻഡിക്കേറ്ററൊക്കെ കംപ്ലീറ്റ് മാറ്റിയപ്പം വയറിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റെക്ടിഫൈ RX അല്ലെങ്കിൽ 2 സ്ട്രോക്സിന് വരുന്ന ഒരു ഇഷ്യൂ ആണ്, വയറിങ് ഇഷ്യൂ വരുന്ന ഒരു മേജർ കംപ്ലൈൻസ്. പിന്നെ ഇതിൽ നമ്മൾ സിബിച്ചേണ്ട ഞാൻ പറഞ്ഞ പോലെ CDI ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ഒരു ആഫ്റ്റർ മാർക്കറ്റ് വയറിങ് കിറ്റ് പോലെ ഡയറക്റ്റ് ബാറ്ററി കണക്ഷൻ. ഇതുകൊണ്ട് ഇതിൽ അത്ര പ്രോൺ വയറിങ് ഇഷ്യൂ വരത്തില്ല. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കഴിഞ്ഞു, കോവിഡ് ടൈമായിരുന്നു. കോവിഡ് ടൈമായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് ഒരു കോൾ വന്നു. വല്യച്ഛൻ തന്നെ, വല്യച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഷിബുചാൻ്റെ വീട്ടിലൊരു വണ്ടി ഇരിപ്പുണ്ട്, വലിയ പാർട്സ് ഒന്നും വലുതായിട്ടില്ല, പക്ഷേ പുള്ളി വിൽക്കാൻ തീരുമാനിക്കുകയാണ് എൻ്റെ ഓണർ, നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് അത് നോക്കാം. ഞാൻ ജസ്റ്റ് എൻ്റെ സ്കൂളിലെ ടീച്ചറിനെ വിളിച്ചിട്ട് ചോദിച്ചു, മിസ്സേ ഈ സെമ്മ് കോളേജ് തുറക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല ആനന്ദേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, കംപ്ലീറ്റ് ഒരു റെസ്റ്റോറേഷൻ ചെയ്യാം. അങ്ങനെയാണ് റെഡ് എന്ന് പറഞ്ഞ വണ്ടി എടുത്തുകൊണ്ട് വന്നത്. അത് ആക്ച്വലി വീട്ടിൽ കൊണ്ടുവന്നപ്പം ഒന്നും ഇല്ലായിരുന്നു. ഫോട്ടോ ഞാൻ എന്തായാലും ഫോട്ടോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ആക്ച്വലി ബോഡി പാർട്സ് കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഇല്ല, ബാക്കിൽ കുറേ ഭാഗമില്ല, തുരുമ്പെടുത്ത് വല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ജേണി എന്ന് പറയുമ്പോൾ ലൈക്ക് എന്താ പറയുക, യൂട്യൂബിലൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസം. RD 350 റെസ്റ്റോറേഷനൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ ഇങ്ങനെ ഓരോ പാർട്സ് ഞാൻ എന്താ പറയുക ഫ്രം സ്ക്രാച്ച് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഫ്രെയിമിൽ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഫ്രെയിമിൽ വർക്ക് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് വണ്ടി ഡിസ്മാൻഡിൽ ചെയ്ത് ഫ്രെയിം ഇറക്കണം, എഞ്ചിനൊക്കെ ഇറക്കി ഫ്രെയിം സെപ്പറേറ്റ് ചെയ്യണം. അന്ന് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ചു ഫ്രം സ്ക്രാച്ച് റെസ്റ്റോറേഷൻ ആയിരിക്കും. കാരണം ആ ഒരു അത്രയും ഡീപ്പായിട്ട് പോകുമെന്ന് വിചാരിച്ചില്ല. അപ്പം ഫ്രം സ്ക്രാച്ച് റെസ്റ്റോറേഷൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഒരു അറൗണ്ട് 3 to 4 months എടുത്തു ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഈ വണ്ടി ഇട്ടാക്കാം, ഈ ഒരു കണ്ടീഷനിലോട്ട് കൊണ്ടുവരാം അല്ലേ. ഇത് ആക്ച്വലി ഇപ്പോഴും കംപ്ലീറ്റ്ലി റിസ്റ്റോർഡ് അല്ല. ഇപ്പോൾ എഞ്ചിൻ പുതിയതായിട്ട് ഇപ്പോൾ ഒരു 200 kilometers ആയിട്ടുള്ളൂ ഈ എഞ്ചിൻ. ഇതെനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് കംപ്ലീറ്റ്ലി റിസ്റ്റോർ ചെയ്യാൻ. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ ഒരു ജേർണി. ഇങ്ങനെ ഒരു സ്റ്റോറി അല്ലേ. കറന്റ് ഈ വണ്ടികൾ ഏത് മോഡൽസ് ആണ്? LT ആക്ച്വലി രണ്ടും LT തന്നെയാണ്. പക്ഷേ ബ്ലാക്ക് പോർട്ട് ചെയ്ത് അത് HTയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പം ബ്ലാക്ക് വണ്ടി HTയിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്, ഇത് സ്റ്റിൽ LT ആണ്. അപ്പോൾ നമുക്ക് ഇനി കഥകളിൽ നിന്ന് പ്രാക്ടിക്കാലിറ്റിയിലോട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരുപാട് ഒരു ഓൾഡർ എഞ്ചിനാണ്. അതുമാത്രമല്ല ഒരുപാട് ടെക്നോളജീസ് ഇല്ല, ബ്രേക്കിംഗ്സ് ഒക്കെ ഒരല്പം ലെവൽ കുറവും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിതിൻ്റെ പ്രാക്ടിക്കാലിറ്റി പർപ്പസിലോട്ട് വരുന്ന സമയത്ത് ആക്ച്വലി ഇതൊരു കളക്ഷൻ പീസാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രാക്ടിക്കാലിറ്റി നോക്കി ആരും ഇത് അധികം യൂസ് ചെയ്യാറില്ല. എന്നാൽ ഒരു പ്രാക്ടിക്കാലിറ്റി, ഒരു റൈഡിങ് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എങ്ങനെയുണ്ട് വണ്ടിയുടെ ഹാൻഡ്ലിംഗ് ആൻഡ് കംഫർട്ട്? എസ്പെഷ്യലി നമുക്ക് കംഫർട്ട് സൈഡിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയുണ്ട്? ഓക്കെ, കംഫർട്ട് സൈഡിൽ നോക്കുമ്പോൾ ആവറേജ് കണ്ടീഷനാണ്. പക്ഷേ ഒരു 30+ year old മോട്ടോർ സൈക്കിളാണെന്ന് ആലോചിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. ഓക്കെ. പിന്നെ ആക്ച്വലി എന്താ പറയുക, ഒരു ഉപയോഗിക്കാതിരുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ ചില സ്പ്രിങ്സ് ഒക്കെ ചില സ്റ്റിഫ് ആവാറുണ്ട്. അപ്പോൾ ശക്കലൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത് ആക്ച്വലി ശകലം വച്ചിരുന്ന വണ്ടിയാണ്, പഴയ ഓണർ. അപ്പോൾ ഇതിൻ്റെ സ്പ്രിങ് ശകല സ്റ്റിഫാണ്, അത് ഓട്ടിക്കാൻ മനസ്സിലാവും. ആഡഡ് ബെനിഫിറ്റ് ഉണ്ട്, സ്റ്റിഫർ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ കോൺട്രിങ്. പക്ഷേ കംഫർട്ട് വൈസ് എന്താ പറയുക, നമ്മുടെ ബ്ലാക്കിലുള്ളത് ആക്ച്വലി നല്ലൊരു സസ്പെൻഷനാണ്, ഒറിജിനൽ ടൈപ്പ് തന്നെയാണ്. അത് അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്, ആവറേജ് കംഫർട്ടാണ്. എന്ന് പറയുമ്പം നമ്മൾ അത്രയും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെന്ന് ഓർക്കുമ്പം നല്ലൊരു സസ്പെൻഷനാണ്. ഓക്കെ. പിന്നെ ഹാൻഡ്ലിങ്, കോൺട്രിങ് അബിലിറ്റി അതൊക്കെ നോക്കുമ്പം കോൺട്ര ചെയ്യുമ്പോൾ ആക്ച്വലി ലെഫ്റ്റ് സൈഡിലെ കോൺട്രിങ് ശകല ലിമിറ്റഡ് ആണ്. കാരണം ആദ്യമേ നമ്മൾ സെൻട്രൽ സ്റ്റാൻഡിൽ അത് തട്ടുന്നുണ്ട്. മറ്റേ സൈഡ് കുറച്ചും കൂടെ ക്ലിയറൻസ് ഉണ്ട്. പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ശകല യൂസ് ടു ആവണം. കാരണം RDക്ക് സ്റ്റോക്ക് വന്നത് അണ്ടർ 100 section ടയേഴ്സാണ്. ഓക്കെ. അപ്പം ഈ ഒരു പെർഫോമൻസിന് അത്രയും ചെറിയൊരു ടയർ വെച്ചാണ് കളിക്കുന്നതെന്നും കൂടെ ആലോചിക്കണം. അപ്പം അത് ആദ്യം ഒന്ന് യൂസ് ടു ആവണം. ആദ്യമേ കയറി കോൺട്രൊക്കെ എടുത്താൽ അണ്ടർ സ്റ്റിയർ പോലെ ആവാറൊക്കെ ഉണ്ട്. അണ്ടർ സ്റ്റിയറിൽ ഓവർ സ്റ്റിയർ പോലെ ആവാറുണ്ട്. അപ്പം കാറിൻ്റെ ടേമാണ്, എന്നാലും ഞാൻ ഒരു ഐഡിയ തരാൻ വേണ്ടി പറഞ്ഞു, നമുക്ക് സ്ലിപ്പ് ചെയ്ത് പോകും. അപ്പോൾ എന്താ പറയുക, ആ യൂസ് ടു ആയാൽ അത്യാവശ്യം നല്ല കൺട്രോളിൽ നിൽക്കും വണ്ടി. അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. യൂസ് ടു ആയാൽ അത്യാവശ്യം നല്ല ഒരു ബ്രേക്കിംഗ് കൺട്രോൾസ് ആ ഒരു മേഖലയിലോട്ട് വരുമ്പോൾ. ഓക്കെ, ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഇവിടുത്തെ വണ്ടികളല്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പോർട്ടഡ് അല്ലെങ്കിൽ സെമി പോർട്ടഡ് അങ്ങനത്തെ ഒരു വണ്ടികളായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികളല്ല. അപ്പോൾ പെർഫോമൻസ് വീണ്ടും സ്റ്റോക്ക് കണ്ടീഷനിൽ നിന്ന് മാറുകയാണ്, പക്ഷെ ബ്രേക്സ് മാറുന്നില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു കണ്ടീഷൻസ്? ഓക്കെ, അപ്പം അതിന് ചെറിയൊരു കാര്യം പറയാനുള്ളത്, RDയുടെ ബ്രേക്സ് പൊതുവെ ആൾക്കാർ പറയാനുണ്ട് ഒട്ടും കൊള്ളത്തില്ല, ഭയങ്കര മോശമാണ്. ആക്ച്വലി അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല, അത്യാവശ്യം നല്ല ബ്രേക്സ് ആയിരുന്നു. അത് ഫസ്റ്റ് കാര്യം. കാരണം ഡ്രം ബ്രേക്സ് ആണ് ഒരു കാര്യം. ഓബ്വിയസ്ലി ഡിസ്ക് ബ്രേക്കാണ് ഓവറോൾ ഡ്രം ബ്രേക്സിനെക്കാട്ടും ബെറ്റർ ഓവറോൾ ഫീൽ നോക്കുമ്പോൾ, അത് നോ ഡൗട്ട്.
പക്ഷേ ഇത് ഒട്ടും കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആക്ച്വലി ട്രൂ അല്ല. കാരണം ചെറിയൊരു എന്താ പറയുക RX ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ബ്രേക്ക് ഷൂ ഒക്കെ ഇത്രേ ഉള്ളൂ. RDയുടെ ബ്രേക്ക് ഷൂ ഒക്കെ ഒരു കയ്യിൽ നിൽക്കണമെന്നൊന്നുമില്ല, അത്ര വലുതാണ്. വലിയ ഒരു ഡ്രം ബ്രേക്ക് സിസ്റ്റമാണ്, അത്യാവശ്യം സ്റ്റോപ്പിംഗ് പവർ ഉണ്ട്. അതുകൊണ്ട് എനിക്കിത് ഡൗട്ട് വന്ന് ഞാൻ ആക്ച്വലി 1-2 ആൾക്കാരടുത്ത് സംസാരിച്ചിട്ടുണ്ട്. 1980s RD ഓൺ ചെയ്ത് ക്ലബിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരടുത്ത്. അവർ ഹൈലൈറ്റ് ചെയ്ത മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ ഡിസ്ക് ബ്രേക്സ് ആർ എഫക്റ്റീവ് ദാൻ ഡ്രം ബ്രേക്സ് എന്ന് പറഞ്ഞാൽ അതൊരു വൺ സൈഡ് ഓഫ് ദ സ്റ്റോറിയാണ്. അതിന് വേറൊരു സൈഡുണ്ട്. സംഭവം എന്ന് വെച്ചാൽ അന്ന് ആരും പഠിപ്പിക്കാനില്ലായിരുന്നു ആരെയും. ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യൂട്യൂബ്, അന്ന് എന്താ പറയുക റോയൽ എൻഫീൽഡ് SD ഒക്കെ ഓടിച്ച് ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ അവരാരും എന്താ ഈ 70-30 ബ്രേക്കിംഗ് 50-50 ബ്രേക്കിംഗ് അതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഇവർ ജസ്റ്റ് ഇൻകറക്റ്റ് ബ്രേക്കിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട് അന്നത്തെ RD ഓണേഴ്സ്. കാരണം അന്ന് നമ്മളിപ്പോൾ ഒരു ബൈക്ക് എടുക്കുമ്പോൾ ആദ്യം അതിൻ്റെ ടെസ്റ്റ് റൈഡൊക്കെ ചെയ്ത് അതിൻ്റെ പൊട്ടൻഷ്യലൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ കയ്യിൽ നിൽക്കുമോ. അന്ന് ആക്ച്വലി നേരെ കുറേ തിരിച്ചായിരുന്നു, വണ്ടി എടുത്തിട്ടാണ് ആൾക്കാർ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോപ്പിംഗ് പവർ ഉണ്ട്. ഞാൻ ആക്ച്വലി പിടിച്ച അവിടെ നിൽക്കുന്ന ഡ്രം ബ്രേക്ക് ഉള്ള വണ്ടി ഓടിച്ചിട്ടുണ്ട്. അണ്ടർ 100 ആണ് ആക്ച്വലി. എന്താ പറയുക എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ ഡ്രം ബ്രേക്സ് ശാല അണ്ടർ പവർഡ് ആയിട്ട് തോന്നും. അതാണ് ഒരു സൈഡ് ഓഫ് ദ സ്റ്റോറിയും കൂടെ അതാണ്. കാരണം അന്ന് അത്രയ്ക്ക് കറക്റ്റ് ബ്രേക്കിംഗ് ടെക്നിക്സ് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ ഇപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ബാക്ക് ബ്രേക്ക് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് കട്ട് ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. RDയിൽ ഫ്രണ്ട് ബ്രേക്ക് കട്ട് ചെയ്ത് ബാക്ക് സ്കിഡ് ആയിക്കൊണ്ടിരിക്കുന്നവർ ഓട്ടിക്കുന്ന ആൾക്കാരും അറിയാം. അപ്പം അതൊരു വലിയ റോളാണ് ഇൻകറക്റ്റ് ബ്രേക്കിംഗ് ടെക്നിക്സ്. അപ്പം അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്താൽ ഇത് തീരെ മോശം ബ്രേക്ക് അല്ല, അത്യാവശ്യം നല്ല ബ്രേക്കാണ്. പിന്നെ ഇപ്പം കറണ്ട് എറ എന്ന് നോക്കുമ്പം ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മളെ ബ്രേക്ക് ഷൂ ഇപ്പം കുറേ ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ശകലം ഒന്ന് ബ്രേക്ക് ഇൻ ചെയ്യണം. അതിനൊരു ബ്രേക്ക് ഇൻ പീരീഡ് ഉണ്ട്. ആദ്യത്തെ ആ ഒരു സർഫസ് ഒക്കെ പിടിച്ച് ആ ഒരു വോറൻ ചെയ്യുമ്പം അത്യാവശ്യം ബ്രേക്സ് കിട്ടാറുണ്ട്. അപ്പം അതാണ് ബ്രേക്കിങ്ങിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. പിന്നെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുമ്പോൾ RDയുടെ ഹാൻഡിൽ ബാർ അത്യാവശ്യം വൈഡാണ്. അപ്പം കുറച്ചും കൂടെ എന്താ പറയുക ക്രൂസ് ചെയ്യാനാണെങ്കിലും പിന്നെ വണ്ടി നന്നായിട്ട് എന്താ പറയുക കുറച്ചൊന്ന് കൗണ്ടർ സ്റ്റിയർ പോലെയൊക്കെ കൊടുത്താൽ നല്ല ടിപ്പ് ഓവറൊക്കെ ചെയ്യാൻ അത്യാവശ്യം നൈസാണ്. അപ്പോൾ ഹാൻഡ്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ് കാര്യം. പക്ഷേ നമുക്ക് അടുത്തൊരു സെക്ഷൻ നമ്മുടെ സിറ്റി യൂസേഴ്സ് വരുന്ന സമയത്ത് വളരെ ലെസ് യൂസ് മാത്രമേ വണ്ടികൾ അത് യൂസ് ചെയ്യാറുള്ളൂ. നല്ലൊരു സിറ്റി എന്ന് പറഞ്ഞ മേഖല വരുമ്പോൾ എസ്പെഷ്യലി നമുക്കൊരു സ്ലോ സ്പീഡ്സ് ഒന്നും കറക്റ്റ് അല്ല. ട്രാഫിക് കൊണ്ട് നിർത്തിയാൽ സ്പോട്ടി വണ്ടി ഓഫ് ആവാം, ത്രോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുറച്ച് ക്യാരക്ടേഴ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിറ്റി ഡ്രൈവിൽ അല്ലെങ്കിൽ സിറ്റി റൈഡിൽ എങ്ങനെയുണ്ട് വണ്ടി? സിറ്റി റൈഡിൽ ആക്ച്വലി ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണെങ്കിൽ ശകലൊരു പാടാണ്. അത് ആക്ച്വലി സ്ലോ സ്പീഡ് ഇട്ടാലും ശകലം ഒന്ന് പാടാണ്. കാരണം ക്ലച്ചൊക്കെ ശകലം ഒന്ന്. അപ്പം അങ്ങനെ നോക്കുമ്പം എന്താ എപ്പോഴും ക്ലച്ച് പിടിച്ച് പോകുമ്പം ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ നല്ല രീതിയിൽ പെയിനൊക്കെ വരുന്നുണ്ട്. ശകലം ഒന്ന് വണ്ടി എന്താ പാടായിട്ട് തോന്നുന്നത് ആ ഒരു സിറ്റുവേഷനാണ്. ഇപ്പം ശകലം എന്താ പറയുക മീഡിയം ട്രാഫിക് ഒക്കെയാണ്, ശകലം ബമ്പർ ടു ബമ്പർ അല്ല ഓടി നിൽക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. പിന്നെ RD ആക്ച്വലി വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിറ്റി യൂസ് തന്നെ വരുമ്പം പതുക്കെ ഓട്ടിക്കാൻ വലിയ സുഖമില്ല വണ്ടി. പതുക്കെ ഓടിയുമ്പോൾ ഒരു ബർബിളാണ്. ആ ഒരു എന്താ പറയുക ഒരു കൃത്യമായ ഒരു ക്രൂസിംഗ് സ്പീഡ് അതുപോലത്തെ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പം ആ ഒരു സ്ലോ സ്പീഡിൽ പോകുമ്പോൾ വണ്ടി ഭയങ്കര എന്താ പറയുക ഒരു ഹൗളിംഗ് സൗണ്ട് ഒന്നും കാണത്തില്ല, ഒരു ബർബിളിംഗ് ഇറഗുലാരിറ്റി ഫീൽ ചെയ്യും അല്ലേ. ആ ഒരു ഇത് ശകലം ഒരു എന്താ പറയുക ചിലവർക്ക് അനോയിങ് ആയിട്ട് തോന്നും, ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം അത് ചെറിയൊരു ഡിസ്കംഫോർട്ടാണ് ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു കംഫർട്ട് ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനുള്ളത്. അപ്പോൾ അടുത്ത് നമ്മളൊരു മേജർ പാർട്ടിലോട്ട് പോകുന്നത് എസ്പെഷ്യലി മെയിൻ്റനൻസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ റീസ്റ്റോറിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കും RDയുടെ മെയിൻ്റനൻസ്. എങ്ങനെയാണ് മെയിൻ്റനൻസ് പാർട്ട്? പിന്നെ ഇപ്പം കംപ്ലീറ്റ്ലി RD എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലോട്ട് ആദ്യമായിട്ട് വരുന്നെങ്കിൽ അവർ ടാക്കിൾ ചെയ്യുന്ന മേജർ പ്രോബ്ലം സ്പേസ് അവൈലബിൾ ആണ്, എവിടെ നിന്ന് കിട്ടും. RXൻ്റെ ഒക്കെ ശകലം സ്പേസ് ഇതിൽ ഫിറ്റ് ആവും. ഇപ്പം സ്പ്രോക്കറ്റ്സ് ആക്ച്വലി എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആണ്. കാരണം ഞാൻ ആക്ച്വലി റീസെൻ്റ്ലി കണ്ട അറൗണ്ട് 7,000-10,000 ഒക്കെയാണ് സ്പ്രോക്കറ്റിൻ്റെ വില. ഞാൻ ഇടയ്ക്ക് അന്വേഷിച്ചപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ലെൻസ്, ഈ ഒരു റെഡ് ലെൻസിന് മാത്രം എൻ്റെ അടുത്ത് 2,600 രൂപയൊക്കെ പറഞ്ഞിട്ടുണ്ട്.